എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ് ഋഷി യോഗ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടായിരുന്നു ഫേസ് മസാജിൻ്റെ. ഒരുപാട് ആളുകൾക്ക് അത് സന്തോഷവും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. ഒത്തിരി ആളുകൾക്ക് പ്രയോജനം ചെയ്തു. ഒറ്റ പ്രാവശ്യം തന്നെ ചെയ്തതിൽ നല്ല ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കമൻറ്റ് ബോക്സിലും കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. നിങ്ങൾ ചെയ്യണം. നമ്മൾ ഈ വീഡിയോ ഇടുമ്പോഴൊക്കെ നിങ്ങളെല്ലാം അത് ചെയ്ത് നോക്കണം. എന്നാലേ എൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആളുകളുടെ റിക്വസ്റ്റ് വീഡിയോ തന്നെയാണ്. ഫേസ് യോഗ ചെയ്യണമെന്നാണ് പറയുന്നത്. എന്നിട്ടത് ഫേസ് മസാജാണ്. ഞാൻ മുന്നേ 2-3 വർഷത്തിന് മുന്നേ ഞാൻ ഒരു ഫേസ് യോഗ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല റിസൾട്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഇപ്പം പുതിയ പുതിയ ആൾക്കാരാണല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു അഭിപ്രായമാണ് ഫേസ് യോഗ ഒന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഫേസ് യോഗയെക്കുറിച്ച് പറയുകയാണെങ്കിൽ യോഗ തന്നെ നമുക്കറിയാമല്ലോ. യോഗ എന്ന് പറയുന്നത് ശരീരവും മനസ്സുമായിട്ടുള്ള കൂടിച്ചേരലാണ് യോഗ. അപ്പം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരേപോലെ തന്നെ കൊണ്ടുപോയാലേ നമ്മൾക്ക് ശരീരത്തിന് വ്യത്യാസം വരുത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഫേസിന് മാറ്റം വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫേസിനും ഒരു യോഗയൊക്കെ ചെയ്യണം. ശരീരത്തിനും ചെയ്യുമ്പോൾ തന്നെ മനസ്സിന് മെഡിറ്റേഷനും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല ചേഞ്ച് നമ്മുടെ ഫേസിന് വരും. അതിനോടൊപ്പം തന്നെ ഫേസിനെ ഒന്ന് കറക്റ്റാക്കാൻ, അതിൻ്റെ ചുളിവുകളൊക്കെ മാറ്റാനും ഒരു ഗ്ലോ കിട്ടാനും കുറച്ച് ടൈറ്റ് ആകാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു കുറച്ച് യോഗ ഫേസിന് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഫേസിന് നല്ല മാറ്റം വരും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് 10 പൈസയുടെ ചിലവില്ല. ഒന്നും വേണ്ട, നിങ്ങളുടെ കൈ മാത്രം മതി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ എവിടെയും പോകേണ്ട കാര്യമില്ല. വീട്ടിൽ നമ്മളിനി ഓരോന്നൊക്കെ എടുത്തുണ്ടാക്കി എടുക്കണ്ട. ഇത് നമ്മുടെ കൈ, നമുക്ക് എപ്പോൾ ഏത് സമയം വേണമെങ്കിലും നമുക്ക് ചെയ്യാം എന്നതാണ്. അപ്പം നമുക്കത് ഫേസ് യോഗ എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഒരുപാട് പറഞ്ഞ സമയം കളയണ്ട, നമുക്ക് ചെയ്ത് കാണാം. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഫേസിന് ഒരു ചെറിയൊരു ഓയിൽ എന്തെങ്കിലും വേണം തേക്കാം. അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല താനും. അപ്പോൾ ഇതൊരു ഫണ്ണി ആയിട്ടാണ് നിങ്ങൾ കാണുന്നത്. രസകരമായിട്ട് ചെയ്യുന്നതാണ് ഫേസ് യോഗ. അപ്പോൾ ഓരോ യോഗ ചെയ്യുമ്പോഴും അതിനൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് ചിരിക്കണം. അപ്പോൾ ചിലപ്പം നിങ്ങൾ ചിലയിടത്തൊന്നും കണ്ടു കാണത്തില്ല. പക്ഷെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം അടുത്തത് നമ്മൾ ചെയ്യാൻ. അപ്പം ചില സ്ഥലത്തൊന്നും എനിക്ക് എണ്ണാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. 10 ഓരോന്ന് ഞാൻ 10 ടൈംസ് ആണ് ചെയ്യുന്നത്. നിങ്ങളൊരു 20-30 ഒക്കെ ചെയ്താൽ അത്രയും ഗുണം കിട്ടും. നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അത് ലെങ്തായി പോകും വീഡിയോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ ചെയ്യാം. ആദ്യം നമ്മൾ ഫേസ് നമുക്ക് ആദ്യമായിട്ട് ഡീപ്പായിട്ട് ശ്വാസം എടുക്കണം. ശ്വാസം എടുത്ത് ശ്വാസം വിടുന്നതിനോടൊപ്പം ആ വായലിൽ നമ്മൾ എയർ കയറ്റുന്നത് പോലെ എങ്ങനെ ചെയ്യണം അത് നമുക്ക് ചെയ്യാം. ശരിക്കണം. ഇപ്പോൾ ഇതൊരു 3 റൗണ്ടെങ്കിലും നിങ്ങൾ ചെയ്യണം. ഞാനിപ്പോൾ ഒറ്റ റൗണ്ടേ ചെയ്യുന്നുള്ളൂ. 3 റൗണ്ടെങ്കിലും നിങ്ങൾ ചെയ്യണം. ഓരോന്നും ഒരു 20 ടൈംസ് വീതം നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇതിപ്പം കവിള് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇത് നന്നായിട്ട് ചെയ്യാം, കൂടുതൽ ടൈം ചെയ്യാം. പക്ഷേ കവിള് ഉള്ളവർ ഇത് ചെയ്തെന്ന് പറഞ്ഞ് കൂടുതൽ കവിള് വയ്ക്കത്തില്ല. പക്ഷെ കവിളില്ലാത്തവർക്ക് കവിള് വയ്ക്കാൻ വളരെ നല്ലതാണ്. സ്കിന്നിൻ്റെ ഇവിടെയൊക്കെ എല്ലാം നന്നായിട്ട് ഇരിക്കും. ഫേസിൻ്റെ ഇനി നമ്മൾ വാ മാക്സിമം തുറക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ചിരി വരുന്നത് നമുക്കത് ചിരിച്ചുകൊണ്ട് രസകരമായിട്ട് ചെയ്യേണ്ടത് തന്നെയാണിത്. ഇതിങ്ങനെ നന്നായിട്ട് വലിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സ്ട്രെച്ചിങ് നമുക്ക് നമ്മുടെ ഫേസിൽ അനുഭവപ്പെടും. നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ നടക്കും. അപ്പം നല്ല സ്ട്രെച്ച് ചെയ്തിരിക്കുമ്പോൾ അതിനൊന്ന് റിലാക്സ് ചെയ്യുന്നതാണ് ഒരു പുഞ്ചിരി കൊടുക്കുക എന്നുള്ളത്. ഒന്ന് ചിരിക്കുന്നതിനപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ നല്ല റിലാക്സാണ്. ഇനി ചെയ്യുന്നത് ചിരിക്കുക. 3 ടൈംസ് നിങ്ങൾ ചെയ്യണം. 3 റൗണ്ട് നിങ്ങൾ ചെയ്യണം. മനസ്സിലായല്ലോ? ഇനി അതൊക്കെ ചെയ്യുമ്പോൾ നല്ല ഫീലാണ് നിങ്ങൾക്ക്. ഇവിടെ എല്ലാം നല്ലൊരു വയലിൻ ഇവിടെയൊക്കെ എല്ലാ റിങ്കിൾസൊക്കെ ചുളിവുകളെയൊക്കെ മാറ്റാൻ ഒത്തിരി നല്ലതാണ് ചെയ്യുന്നത്. ഇനി കൈ 2 നമുക്ക് ഇവിടെ ഇങ്ങനെ വയ്ക്കാം. കൈ 2 വിരൽ ഇങ്ങനെ വെച്ചിട്ട് കണ്ണിങ്ങനെ തുറന്ന് പിടിച്ചിട്ട് വാ ഓ
ഇവിടുത്തെ മസിലുകൾക്ക് നല്ല ഇവിടെ ആ ഒരു ചുളിവുകളും ആ ഒരു പഫ്നെസ്സും ഒക്കെ മാറാൻ വളരെ നല്ലതാണ്. കണ്ണു വെച്ചിട്ട് മുകളിലോട്ടാണ് കണ്ണു വയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ വായ ഇങ്ങനെ വെച്ചുകൊണ്ട് എണ്ണാൻ പറ്റത്തില്ലല്ലോ, കൈ കാണിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അതങ്ങ് കുറച്ച് സമയം വെച്ച് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ കവിള് വേണം എന്നവർക്ക്, കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് ഞാൻ ഓരോന്ന് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കവിള് വേണമെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ചെയ്യണം. വിരൽ വെച്ചതാ 1 2 3 4 5 6 7 8 9 10. ഇത് 10 അല്ല, ഒരു 30 റൗണ്ട് വരെയും ചെയ്യാം. ഒരുപാട് ആൾക്കാർ കവിള് എൻ്റെ ശരീരം നല്ല വണ്ണമുണ്ട് പക്ഷേ കവിളില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ അവരോടെല്ലാം കമൻറ്റിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കവിൾ വയ്ക്കാനുള്ള വീഡിയോ ഞാൻ പ്രത്യേകം ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കവിളിൻ്റെ വീഡിയോ ചെയ്ത് എല്ലാവർക്കും കവിൾ വെച്ചിട്ടുണ്ട്. അപ്പം ആ വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾക്ക് നോക്കി ചെയ്യാവുന്നതാണ്. നമ്മൾ ഓരോ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് പ്രയോജനത്തിന് വേണ്ടിയാണ്. അപ്പം നിങ്ങളെല്ലാം ഒരെണ്ണം ഒരറ്റോ മൂലയൊക്കെ ചെയ്തിട്ട് ചോദിക്കും. അങ്ങനെയല്ല, എല്ലാം കംപ്ലീറ്റ് കണ്ടിട്ട് വേണം നിങ്ങൾ കമൻറ്റ് ഇടുക. അപ്പോഴേ എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, നന്നായിട്ട് ചെയ്താൽ. അപ്പോൾ കവിൾ വെക്കുന്നതിന് അത് ക്ലിയർ ആയിട്ട് നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇതിനോടൊപ്പം ഇത് ചെയ്യാം. ഇനി ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാലും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഇത്രയും അല്ല ചെയ്യേണ്ടത്. കവിള് വെക്കണമെന്നുള്ളവർക്ക് കൂടുതലായിട്ട് ചെയ്യണം. അല്ലാതെ ചെയ്യുന്നവർ ഇതിനോടൊപ്പം തന്നെ ഇത് ചെയ്തെന്നും പറഞ്ഞ് ഒരു കുഴപ്പമില്ല. കവിളുള്ളവരുടെ കവിള് കൂടിയൊന്നും പോകത്തില്ല, എല്ലാം ക്ലിയർ ആയിട്ടിരിക്കും. നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ വന്ന് ഫേസായിട്ട് തുടുപ്പൊക്കെ വരാനും ഇത് ചെയ്യുന്നത് നല്ലതാണ്. പല ആൾക്കാർ അതും ചോദിച്ചിട്ടുണ്ട്, കവിള് തുടുക്കുന്നത്. അവർക്കും ഇതൊക്കെ ചെയ്യാം. ഈ കവിളിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതാ OE, ഇവിടുത്തെ ലാഫിംഗ് ലൈനൊക്കെ ക്ലിയർ ആകാനുള്ളതാണ്. ഇതിനും നമ്മുടെ ഡബിൾ ചിന്നിനും ഇത് പ്രയോജനം ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ പണ്ട് കൊച്ചുനാളിലൊക്കെ നമ്മൾ വഴക്കിടും, പിള്ളേരുമായിട്ടൊക്കെ കൂട്ടുകാരുമായിട്ടൊക്കെ വഴക്കിടുമ്പോൾ ഇങ്ങനെ ആകില്ല. എനിക്കങ്ങനെ ചിരി വരുന്ന അത് നല്ലതാണ്. അത് നല്ലൊരു മസാജിങ്ങും എല്ലാം നമുക്ക് കിട്ടുന്നത്. ഫേസിന് വളരെ നല്ലതാണ്. റിങ്കിൾസ് മാറാനും ഒക്കെ നല്ലതാണ്. ഇതൊക്കെ നമ്മൾ കൂട്ടി ചെയ്യണം. ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നിങ്ങൾ നന്നായിട്ട് അത് കൂട്ടി ചെയ്യണം. പിന്നെ നല്ലതാണ്, പിഞ്ചിങ് കൊടുക്കാം, അതും ഫേസിന് നല്ലതാണ്. പിന്നെ കവിള് വേണമെന്നുള്ളവർ ഇത് കൂടുതലായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ കവിള് വേണ്ടുന്നവർക്ക് ഫേസിൽ വെള്ളം നിറയ്ക്കാം. പലരും പറഞ്ഞൊരു വെള്ളം നിറച്ചാൽ പല്ല് പോകും, വെറുതെയാണ് പറഞ്ഞത്. ഞാൻ വർഷങ്ങളായിട്ട് കവിളിന് വേണ്ടിയല്ല, കൊച്ചുനാളിലൊക്കെ നല്ല ജലദോഷം വരുമായിരുന്നു. ആ സമയം എന്നോടൊരു ഡോക്ടർ പറഞ്ഞാണ്, കുളിക്കുന്നതിന് മുന്നേ തലയിൽ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പേ കുറേ നേരം കവിളിൽ വെള്ളം കൊള്ളുന്ന് നിൽക്കണമെന്ന്. ഞാനത് വർഷങ്ങളാണ് ചെയ്യുന്നത്. എൻ്റെ പല്ലൊന്നും ഉന്തിയതൊന്നുമില്ല. അത് അങ്ങനെ ഒരു വിചാരിക്കുകയും വേണ്ട. നിങ്ങൾ തീർച്ചയായിട്ടും 2 പ്രയോജനമാണ്. ജലദോഷവും വരത്തില്ല, കവിൾ വയ്ക്കാനും വളരെ നല്ലതാണ്. അപ്പം അതും പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി കണ്ണിൻ്റെ വെച്ചിട്ട് കണ്ണ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യണം. ഒരുപാട് അടയ്ക്കണ്ട. ഇത് കണ്ണിന് ചെയ്യുന്നതാണ്. ഫേസിൽ ചെയ്യുമ്പോൾ കണ്ണും എല്ലാം ചെയ്യണം. പിന്നെ മുടി ഇങ്ങനെ കൈ 2 ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട്, നേരത്തെ നമ്മൾ മുകളിലോട്ടല്ലേ നോക്കുക, ഇനി ഇപ്പം ഇങ്ങനെ വാ പിടിച്ചിട്ട് താഴോട്ടാണ് നോക്കേണ്ടത്. അതൊരു കുറച്ച് സമയം നിങ്ങൾ അങ്ങനെ ഹോൾഡ് ചെയ്ത് വയ്ക്കണം. അതും വളരെ നല്ലതാണ്. ഇനി നമ്മുടെ താടിയിലെ ഇവിടെ നമുക്ക് റിങ്കിൾസ് വരുമല്ലോ, അതിനും ഡബിൾ ചിന്ന് മാറാനും ഒക്കെ നല്ലതാണ്. ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കിയിരിക്കുക. 2 ടൈപ്പ് ഉണ്ട്. അത് ഇങ്ങനെ തന്നെ റൈറ്റും ലെഫ്റ്റും ചെയ്യാം. പിന്നെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ
അതുപോലെ റൈറ്റിലോട്ട്, ലെഫ്റ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഫേസ് യോഗ ചെയ്യുന്നതിനോടൊപ്പം കഴുത്തിൻ്റെയും കണ്ണിൻ്റെയും കൂടെ എക്സസൈസ് ചെയ്യുന്നത് ഫേസിന് ഏറ്റവും കൂടുതൽ നല്ലതാണ്. അതിന് ഒരുപാട് പ്രയോജനം വേറെയും ഉണ്ട്. അപ്പം അതും കൂടെ ഇതിനോടൊപ്പം ചെയ്യാം. Down, up, down. Hold here. 1, 2, 3, 4, 5. Up. 1, 2, 3, 4, 5. Center. ഇനി റൈറ്റ് ഷോൾഡർ. നമ്മളെപ്പോഴും കഴുത്ത് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. റൈറ്റ് ഷോൾഡർ, ഈ ഷോൾഡർ ഉയർത്തരുത്, നമുക്ക് എത്ര പറ്റുന്ന അത്രയും. സെൻറ്റർ, ലെഫ്റ്റ് ഷോൾഡർ, സെൻറ്റർ, റൈറ്റ്, സെൻറ്റർ, ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്. ഹോൾഡ് ചെയ്യുക. 1, 2, 3, 4, 5. സെൻറ്റർ, ലെഫ്റ്റ്, 1, 2, 3, 4, 5. സെൻറ്റർ. ഇനി റൈറ്റ് ഷോൾഡറിൻ്റെ ബാക്കിലേക്ക്, മാക്സിമം ബാക്കിലേക്ക്, കഴുത്ത് മാത്രം, ബോഡി തിരിയരുത്. സെൻറ്റർ, ലെഫ്റ്റ് ഷോൾഡർ, സെൻറ്റർ, റൈറ്റ്, സെൻറ്റർ, ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്. ഹോൾഡ് ചെയ്യുക. 1, 2, 3, 4, 5. സെൻറ്റർ, ലെഫ്റ്റ്, 1, 2, 3, 4, 5. സെൻറ്റർ. ഇപ്പോൾ റൊട്ടേഷൻ മാക്സിമം അവോയ്ഡ് ചെയ്തേക്കുക. തലയിറക്കം ഉള്ളവർക്കൊക്കെ അത് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇത് ചെയ്യുമ്പോൾ ഇയർ ബാലൻസിങ് പ്രശ്നമുള്ളവർക്ക് മാറാനും നല്ലതാണ്. നമ്മുടെ ഡബിൾ ചിന്ന്, ഇരട്ടത്താടി എന്ന് പറയത്തില്ലേ, അത് മാറാൻ നല്ലതാണ്. കഴുത്തിൻ്റെ റിങ്കിൾസ് മാറാനും വളരെ നല്ലതാണ്. ഇതിനോടൊപ്പം കണ്ണും കൂടെ ചെയ്യുക. അപ്പോൾ ഫേസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ കണ്ണിൻ്റെ എക്സസൈസും കൂടെ ഇതിനോടൊപ്പം ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ യോഗ ക്ലാസ് അറിയാമല്ലോ, നിങ്ങളെല്ലാവരും കാണുന്നതാണ്, ചെയ്യുന്നതാണ്. അതിനകത്ത് എപ്പോഴും ഞാൻ ആ വീഡിയോയിൽ യോഗയിൽ കണ്ണിൻ്റെയും കഴുത്തിൻ്റെയും ഒക്കെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ ഇതിനോടൊപ്പം കാണിക്കുന്നത് ഫേസ് ചെയ്യുമ്പോൾ, ഫേസ് യോഗ ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്താൽ ഫേസിന് അത്രയ്ക്കും വ്യത്യാസം വരും. അപ്പം നമുക്ക് ചെയ്യാം. കണ്ണിൻ്റെ ചെയ്യാം. അപ്പ്, ഡൗൺ, അപ്പ്, ഡൗൺ, അപ്പ്, down. ഇനി റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്. ഓരോന്നും ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് യോഗ ക്ലാസ് കണ്ണിൻ്റെ ഇത് ചെയ്യുമ്പോൾ സാധാരണ കണ്ണടയ്ക്കും. ഇപ്പം അതൊന്നും കാണിക്കുന്നില്ല, കണ്ണൊന്നും അടച്ചിട്ടാണ് അടുത്ത ചെയ്യുന്നത്. ഇനി റൈറ്റ് അപ്പ്, ലെഫ്റ്റ് ഡൗൺ, റൈറ്റ് അപ്പ്, ലെഫ്റ്റ് ഡൗൺ, right up, left down, right up, left down, right up, left down. ഇനി ലെഫ്റ്റിലേക്ക്, ലെഫ്റ്റ് അപ്പ്, റൈറ്റ് ഡൗൺ, ലെഫ്റ്റ് അപ്പ്, റൈറ്റ് ഡൗൺ, ലെഫ്റ്റ് അപ്പ്, റൈറ്റ് ഡൗൺ, ലെഫ്റ്റ് അപ്പ്, റൈറ്റ് ഡൗൺ. ഇനി ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് കണ്ണിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അത് നമുക്ക് കണ്ണിന് നല്ല ആകർഷണീയത വരും. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ഓരോ സർജറികളൊക്കെ പല അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നില്ലേ, അതിനെയൊക്കെ മാറ്റാനും കണ്ണട മാറ്റാനും കാഴ്ചശക്തി വർദ്ധിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പം നമ്മൾ അതിന് പെട്ടെന്ന് ചെയ്യുന്നതിന് വേണ്ടി, അത് മനസ്സിലാകാൻ വേണ്ടി ഒരു ക്ലോക്കിനെ, നമ്മുടെ ക്ലാസ്സിൽ അത് അങ്ങനെ പറയാറുണ്ട്, ഒരു ക്ലോക്കിനെ ഇമാജിൻ ചെയ്ത് നമ്മുടെ മുന്നിൽ ഒരു ക്ലോക്ക് ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അതിൻ്റെ നീഡിലേക്ക്, സൂചിയിലേക്ക് നിങ്ങൾ നോക്കി ചെയ്യുക. 12, 3, 6, 9, 12. 12, 9, 6, 3, 12. 12, 3, 6, 9, 12. 12, 9, 6, 3, 12.
ഇത് ഇത്രയും ചെയ്യുമ്പോഴാണ് ഫേസ് യോഗ കംപ്ലീറ്റ് ആവുന്നത്. അല്ല കുറച്ച് കുറച്ചൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ കഴുത്തും കണ്ണും കൂടെ ഇതിനോടൊപ്പം ചെയ്യുമ്പോൾ ഫേസ് യോഗ പൂർണ്ണമാവും. നിങ്ങളിത് എല്ലാ ദിവസവും ചെയ്യാം. ഇതിന് സമയപരിധി ഇല്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അയ്യോ ഇനി രാവിലെ ചെയ്യണോ വൈകിട്ട് ചെയ്യണോ എന്നൊക്കെ ചോദിച്ച കമൻറ്റ് വരും. നിങ്ങൾക്ക് ഏത് സമയവും വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു 10 മിനിറ്റ് കിട്ടുന്നത് ആ സമയം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പ്രാക്ടീസ് ചെയ്യണം. യാതൊരു ചെലവുമില്ല, ഒരു ക്രീമും വേണ്ട, നിങ്ങളുടെ 2 കൈ മാത്രം മതി. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ചെയ്യണം. യോഗ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ എല്ലാവരും ഇതും കൂടി ചെയ്യുക. തീർച്ചയായിട്ടും നല്ല ചേഞ്ച് ആയിരിക്കും. എൻ്റെ യോഗയുടെയൊക്കെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും അത് കയറി കാണുക. ഫേസിനെ കുറിച്ചും ഫേസിൻ്റെ പാക്കിനെ കുറിച്ചും ഫേഷ്യലിനെ കുറിച്ചും ഒക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും അത് കാണുക. ഇത് നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിലിടുക. ഇതുപോലുള്ള മറ്റനേകം ആൾക്കാരിലേക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്കത് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.